സംസ്ഥാനത്ത് ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് മിഠായി പദ്ധതി വഴി ഗുണമേന്മയുള്ള ഇൻസുലിൻ വിതരണം ചെയ്യാൻ ബാലാവകാശ കമ്മീഷന്റെ അടിയന്തര ഉത്തരവ്. കഴിഞ്ഞ 1.5 വർഷമായി ഗുണമേന്മ കുറഞ്ഞ മരുന്ന് നൽകുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നുവെന്ന പരാതിയിലാണ് നടപടി. 2018 സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതി പ്രകാരം ലഭ്യമാക്കിയിരുന്ന മികച്ച മരുന്നുകളും ആനുകൂല്യങ്ങളും തുടർന്ന് ഉറപ്പാക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ, സാമൂഹിക നീതി വകുപ്പ് സെക്രട്ടറി, സാമൂഹിക സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നിവർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 2025-2026 സാമ്പത്തിക വർഷത്തിൽ മിഠായി പദ്ധതിയിൽ വരുത്തിയ മാറ്റങ്ങൾ ഒഴിവാക്കണമെന്നും ക്ലിനിക്കുകളുടെ പ്രവർത്തനാരംഭം മുതൽ നൽകി വന്നിരുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിക്കാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിലുണ്ട്. കമ്മീഷന്റെ ശുപാർശയിൽ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് 45 ദിവസത്തിനകം സമർപ്പിക്കണം. ചെയർപേഴ്സൺ KV മനോജ് കുമാർ, അംഗങ്ങളായ ഡോക്ടർ F വിൽസൺ, P ഷജേഷ് ഭാസ്കർ എന്നിവരടങ്ങിയ ഫുൾ ബെഞ്ചാണ് ഉത്തരവിറക്കിയത്. പൊതുപ്രവർത്തകയായ ബുഷ്ര ഷിഹാബും കുട്ടികളുടെ മാതാപിതാക്കളും നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ ഇടപെടൽ. ഗുണമേന്മ കുറഞ്ഞ ഇൻസുലിൻ ഉപയോഗിക്കുന്ന വഴി കുട്ടികൾ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുന്നതായും പഠനം മുടങ്ങുന്നതായും മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് തീരെ കുറയുമ്പോൾ രക്തത്തിൽ പഞ്ചസാരയും കീറ്റോണുകൾ എന്ന ആസിഡും വർദ്ധിക്കുന്ന സങ്കീർണമായ അവസ്ഥയാണ് DKA. ഇൻസുലിൻ ഇല്ലാത്തതിനാൽ കോശങ്ങൾക്ക് ഊർജ്ജം ലഭിക്കാതെ വരുമ്പോൾ ശരീരം കൊഴുപ്പിനെ വിഘടിപ്പിച്ച ദോഷകരമായ രാസവസ്തുക്കൾ പുറത്തു വിടുകയും രക്തം കൂടുതൽ അമ്ലമാവുകയും ചെയ്യും. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക്, കൗമാരക്കാർക്കും സൗജന്യ ചികിത്സയും മരുന്നുകളും നൽകാനായി 2018 സർക്കാർ മിഠായി പദ്ധതി ആരംഭിച്ചത്. ഇൻസുലിൻ, ഗ്ലൂക്കോമീറ്റർ, പരിശോധനാ സ്ട്രിപ്പുകൾ തുടങ്ങിയവ ഇതിലൂടെ സൗജന്യമായി നൽകുന്നുണ്ട്. ഓരോ വർഷവും 800 മുതൽ 1200 വരെ കുട്ടികൾ പദ്ധതിയുടെ ഭാഗമാകുന്നുണ്ടെന്നാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ കണക്കുകൾ പുറത്തുവിടുന്നത്. 2025-2026 സാമ്പത്തിക വർഷത്തിൽ പദ്ധതിയിൽ അംഗങ്ങളായ 1980 കുട്ടികൾക്കായി 6,77,75,228 രൂപയിലധികം സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷം പദ്ധതിക്കായി 3.80 കോടി രൂപയാണ് അനുവദിച്ചത്. കുട്ടികളുടെ ജീവൻ നിലനിർത്താൻ അത്യന്താപേക്ഷിതമായ ഈ പദ്ധതിയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും പാടില്ലെന്നാണ് ബാലാവകാശ കമ്മീഷൻ കർശനമായി വ്യക്തമാക്കിയിരിക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.